മോള് പറഞ്ഞു അവൾക്ക് പണ്ട് അവള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഞാനൊരു സാധനം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എനിക്ക് പേരൊന്നും സത്യത്തിൽ പറയാൻ അറിയത്തില്ല. അരി ഉഴുന്നൊക്കെ അരച്ച മാവ് മിച്ചം വരുമ്പോഴത്തേക്ക് അത് വെച്ച് കിഴങ്ങൊക്കെ വെച്ചിട്ടൊരു ഇതുണ്ടാക്കി കൊടുക്കും, വട പോലെ. അപ്പൊ അവൾക്ക് അത് തിന്നണമെന്ന് കുറെ ദിവസമായി പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇന്ന് ഉണ്ടാക്കി കൊടുത്തേക്കാം, പാവമല്ലേ, ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിഴങ്ങ്, ഇത്രയുള്ള ഒരു കിഴങ്ങും അതിനേക്കാൾ ചെറിയൊരു കിഴങ്ങും കൂടെ അടുപ്പിൽ വെച്ച് പുഴുങ്ങാനായിട്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, അത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും കിഴങ്ങ് പുഴുങ്ങുന്നത്. അത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കാം. അത് വേകട്ടെ. വേകുമ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി കറിവേപ്പില പറിച്ചിട്ട് വരട്ടെ. ഞാൻ കറിവേപ്പില പറിച്ചോണ്ടോന്ന് ശകലേ പറിച്ചോളൂ കേട്ടോ. ഞാൻ കറിവേപ്പിന്റെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കാണണേ. ഞാൻ ഇവിടെ ഇഡ്ഡലി മാവാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്തു. ഇട്ടിട്ടില്ല, ഞാൻ ഈ മാവിന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരല്പം കൂടെ റവ ഇട്ട് കൊടുക്കുവാണ്, കുറച്ചുകൂടെ. 3 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് മൊത്തം. മറ്റേ മാവ് 2 കപ്പ് ഉണ്ടായി, 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്തു. ഇതിനെ ഒന്ന് കുതിർന്ന് റെഡി ആവട്ടെ റവ. ഞാൻ ചുമ്മാ മാവ് കളയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാ കേട്ടോ, നോക്കിയത്. അപ്പൊ അത് നല്ലതായിരുന്നു. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായി പറയുന്നു ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കാറില്ലായിരുന്നു കുറെ ആയിട്ട്. വിചാരിച്ചൊന്ന് ഉണ്ടാക്കി കൊടുത്തേക്കാം. അപ്പൊ അത് വീഡിയോ ആയിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ച് കാണിച്ചതാ. ഞാൻ ഇതിലേക്ക് 1 പച്ചമുളക്, ഇതിന് അളവൊന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച്, നമ്മുടെ എരിവിനനുസരിച്ച് 1 പച്ചമുളക്, ഒരു ഇഞ്ച് നീളത്തില് ഇഞ്ചി അരിഞ്ഞത്, അത് ഒരു അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത്, ഇത്രയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉള്ളി അരിഞ്ഞത്. ഉള്ളി അല്ല, ഇത് സവാളയാ. ഉള്ളി ആയാലും സവാള ആയാലും കുഴപ്പമില്ല, രണ്ടായാലും കുഴപ്പമില്ല. ഇവിടെ മുറിച്ച സവാള ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് സവാള ആയിട്ട്. ഉള്ളിക്കാകുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടും. ഇതൊക്കെ ഉണ്ടാവും. ഈ റവ കുതിർന്ന് ഇച്ചിരി കട്ടിയായിട്ടുണ്ടല്ലോ. നമ്മുടെ കിഴങ്ങൊന്ന് വെന്ത് വരട്ടെ. അതുവരെ ആ റവ ഒന്നുകൂടെ കുതിർന്ന് റെഡി ആവട്ടെ, സെറ്റ് ആവട്ടെ. ഇവിടെ ഇരുന്ന് നമുക്കിത് അടച്ച് വയ്ക്കാം. നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ, ഉണ്ടോ. നമുക്കിതൊന്ന് തണുക്കട്ടെ ചെറുതായിട്ട്. തോലൊക്കെ കളഞ്ഞെടുക്കാം. ഇത് നമ്മുടെ പൊട്ടറ്റോ തോലൊക്കെ കളഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മാരിഷ് ചെയ്തെടുക്കാം. ഇത് വെച്ചാൽ നമുക്ക് മുമ്പത്തേക്ക് പെട്ടെന്നായി കിട്ടും. സ്പൂൺ വെച്ച് ചെയ്താലും മതി കേട്ടോ. ഇതായിട്ടുണ്ട്. നമുക്ക് ഇത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിത് റവയുടെ മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. റവയല്ല, നമ്മുടെ ഇഡ്ഡലി മാവിന്റെ റവയുണ്ട്, എന്നാലും ഇഡ്ഡലി മാവല്ലേ കൂടുതൽ. ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സൂപ്പറായത് ചട്നിയും കൂട്ടി കഴിക്കാൻ കേട്ടോ. വെള്ള ചട്നി, തേങ്ങാ ചട്നിയും കൂട്ടി. ഇഡ്ഡലി മാവൊക്കെ മിച്ചം വന്നാൽ നമുക്ക് കളയണ്ട, ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. നമ്മുടെ കൈ വീട്ടിലെപ്പോഴും കാണുമല്ലോ റവയും കിഴങ്ങും ഒക്കെ. റെഡി ആയിട്ടുണ്ട്. ഞാനൊരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, സ്റ്റൗവില്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഈ തവയല്ല, കടായി. ഈ കടായി കണ്ടോ, ഇത് നല്ല തുരുമ്പുള്ള കടായി ആയിരുന്നു. ഞാനിത് ക്ലീൻ ചെയ്തത് എങ്ങനെയാന്നുള്ള ഒരു ടിപ്പ് ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ. ഭയങ്കര തുരുമ്പായിരുന്നു. ആ തുരുമ്പ് എങ്ങനെ കളഞ്ഞെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കളഞ്ഞെടുക്കാം കേട്ടോ, പെട്ടെന്ന്. ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കളഞ്ഞെടുത്തായിരുന്നു ഞാനത്. നമുക്ക് എണ്ണ മൂത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു ശകല മാവത്തിലിട്ട് കൊടുത്ത് നോക്കാം. മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഷേപ്പൊന്നും ആക്കുന്നില്ല, ഇങ്ങനെ ചുമ്മാ എടുത്തിടുന്നതേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നും കൊടുക്കുന്നില്ല. കണ്ടോ അത് പൊങ്ങി വീർത്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു ഉഴുന്നുവടയൊക്കെയായാലും ടേസ്റ്റാണെന്ന് തോന്നിയത്. നമ്മുടെ മൂത്തോട്ട് ചെറിയ തവി എടുക്കാം. ഇത് വലിപ്പം കൂടുതലാണ്. ആദ്യത്തെ ഞാൻ എടുത്ത് കാണിക്കാൻ മറന്നതേ. ഉണ്ടോ, നല്ല ക്രിസ്പിയാകട്ടോ. അതുപോലെ നല്ല പൊങ്ങി വരികയും ചെയ്യും മാവ്. നമ്മൾ സോഡാപ്പൊടിയോ മറ്റേ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ചുമ്മാ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ കണ്ടോ, ഇത്രയും മൂത്താൽ മതി. ഈ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. നല്ല ക്രിസ്പിയാ, സോഫ്റ്റുവാ. ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇതിലിട്ടിട്ടുണ്ട്, അതിലോട്ടായിടുന്നേ. കൂടുതൽ എണ്ണയുണ്ട്, അതേലങ്ങ് പറ്റി പൊക്കോട്ടെന്ന് വെച്ചിട്ട്. ഇത് കണ്ടോ, ഒരു പേരില്ലാത്ത പലഹാരം കണ്ടോ. നല്ല ക്രിസ്പിയാണ് ഇത്, നല്ല ടേസ്റ്റിയാ, നല്ല സോഫ്റ്റുവാ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യാം. ഞാനിടുന്ന ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അന്നേരം മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.